ഭക്തിയുടെ പവിത്രതയെ ചോരയിൽ മുക്കിയൊരു സ്ത്രീ. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരയായ വനിതാ സീരിയൽ കില്ലർ. ഏതൊരു ഹൊറർ സിനിമയും വെല്ലുന്നതാണ് കെ.ഡി. കെമ്പമ്മ എന്ന സൈനൈഡ് മല്ലികയുടെ കഥ. കർണാടകയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാനെത്തിയ നിഷ്കളങ്കരായ സ്ത്രീകളെ അവർ എങ്ങനെയാണ് വേട്ടയാടിയത്? ആ ഒരു തുള്ളി സൈനൈഡിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന ചതിയുടെ കഥ നമുക്ക് വിശദമായി പരിശോധിക്കാം. 1970-ൽ ബംഗളൂരിനടുത്തുള്ള കഗ്ലിപുരയിലാണ് കെമ്പമ്മ ജനിച്ചത്. യെല്ലോപ്പ എന്ന തയ്യൽക്കാരനെ വിവാഹം കഴിച്ച അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. പുറമേ ശാന്തയായ ഒരു വീട്ടമ്മയായിരുന്നെങ്കിലും ഉള്ളിൽ പണത്തോടുള്ള അമിതമായ ആർത്തിയായിരുന്നു അവർക്ക്. ചിട്ടിഫണ്ട് നടത്തി പെട്ടെന്ന് പണക്കാരിയാകാൻ ശ്രമിച്ച അവർക്ക് 1998-ൽ വലിയ സാമ്പത്തിക തിരിച്ചടി നേരിട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ടായതോടെ സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് അവർ നാടുവിട്ടു. ഈ നിരാശയും ദാരിദ്ര്യവുമാണ് അവരെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റിയത്. നാടുവിട്ട മല്ലിക പിന്നീട് താവളമാക്കിയത് കർണാടകയിലെ പ്രധാന ക്ഷേത്രങ്ങളായിരുന്നു. അവർ ഇരകളെ കണ്ടെത്തുന്ന രീതി വളരെ ശാസ്ത്രീയമായിരുന്നു. ക്ഷേത്രങ്ങളിൽ തനിച്ചു വന്നിരിക്കുന്ന പ്രായമായ അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിച്ച സ്ത്രീകളെ അവർ നിരീക്ഷിക്കും. അവരുടെ അരികിലെത്തി വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കും. താൻ വലിയൊരു സിദ്ധയാണെന്നും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം തനിക്കുണ്ടെന്നും അവരെ വിശ്വസിപ്പിക്കും. സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ ഒരു മണ്ഡലപൂജ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും. പൂജയ്ക്ക് വരുമ്പോൾ കൈവശമുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും ധരിക്കണമെന്നും അത് ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ അത്യാവശ്യമാണെന്നും അവർ ഇരകളെ ധരിപ്പിക്കും. വിശ്വാസത്തിൽ മുങ്ങിയ ആ പാവം സ്ത്രീകൾ മല്ലികയുടെ ഈ ചതിക്കുഴി തിരിച്ചറിഞ്ഞില്ല. മല്ലികയുടെ ആദ്യത്തെ ഇര മമതയായിരുന്നു. ഹോസ്കോട്ടയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് മല്ലിക അവരെ പരിചയപ്പെടുന്നത്. മക്കളെക്കുറിച്ചുള്ള വിഷമത്തിലായിരുന്ന മമതയെ പൂജയ്ക്കായി ഒരു ലോഡ്ജിലേക്ക് അവർ വിളിച്ചു വരുത്തി. പൂജയുടെ ഇടയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ നിമിഷം തീർത്ഥം എന്ന പേരിൽ സൈനൈഡ് കലർത്തിയ വെള്ളം അവർ മമതയ്ക്ക് നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ മമത മരണത്തിന് കീഴടങ്ങി. ആഭരണങ്ങളുമായി കടന്ന മല്ലിക പോലീസിന്റെ കണ്ണിൽപ്പെടാതെ 6 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞു. 2006-ൽ മല്ലിക വീണ്ടും സജീവമായി. ബംഗളൂരിലെ കബലമ്മ ക്ഷേത്രത്തിൽ വെച്ച് എലിസബത്തിനെ അവർ വേട്ടയാടി. സൈനൈഡ് നൽകി അവരെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നു. അധികം വൈകാതെ തന്നെ യശോദാമ്മ എന്ന സ്ത്രീയെയും ഇതേ രീതിയിൽ ഇല്ലാതാക്കി. ഓരോ കൊലപാതകത്തിന് ശേഷവും മല്ലിക തന്റെ പേരും വിലാസവും മാറ്റിക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ പോലീസിന് അവരെ കണ്ടെത്തുക അസാധ്യമായി. മുനിയമ്മയുടെ കേസ് മല്ലികയുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. തന്റെ മകൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത വിഷമത്തിലായിരുന്നു മുനിയമ്മ. കഗ്ലിപുരയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് മല്ലിക മുനിയമ്മയെ പരിചയപ്പെടുന്നത്. മകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു മഹാപൂജ വേണമെന്ന് മല്ലിക അവരെ വിശ്വസിപ്പിച്ചു. പൂജയ്ക്കായി മുനിയമ്മയെ വിജനമായ ഒരു പറമ്പിലേക്ക് മല്ലിക കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും തീർത്ഥം എന്ന പേരിൽ സൈനൈഡ് നൽകുകയും ചെയ്തു. മുനിയമ്മ തൽക്ഷണം മരിച്ചു വീണു. അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവുമായി മല്ലിക കടന്നു കളഞ്ഞു. എന്നാൽ ഈ കേസിൽ മല്ലികയുടെ ഒരു രൂപരേഖ പോലീസിന് ലഭിക്കാൻ ഇത് കാരണമായി. ബംഗളൂരിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് മല്ലിക പിള്ളമ്മയെ പരിചയപ്പെടുന്നത്. തന്റെ വീട്ടിലെ ഐശ്വര്യക്കേടും ദോഷങ്ങളും മാറാൻ പരിഹാരം തേടിയാണ് പിള്ളമ്മ മല്ലികയെ സമീപിക്കുന്നത്. അവരെ സഹായിക്കാമെന്ന വ്യാജേന മല്ലിക അവരെ ഒരു ലോഡ്ജിലേക്ക് പൂജയ്ക്കായി ക്ഷണിച്ചു. പൂജയുടെ ഭാഗമായി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷം പതിവ് പോലെ സൈനൈഡ് കലർത്തിയ വെള്ളം തീർത്ഥം എന്ന പേരിൽ നൽകി. പിള്ളമ്മയുടെ മരണം ഉറപ്പാക്കാൻ അവരുടെ മൂക്കും വായും മല്ലിക അമർത്തിപ്പിടിച്ചു. പിള്ളമ്മയുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 40 പവനോളം വരുന്ന വലിയൊരു സ്വർണ്ണശേഖരമാണ് അന്ന് മല്ലിക കവർന്നത്. ഓരോ കൊലപാതകം കഴിയുമ്പോഴും മല്ലികയുടെ ആത്മവിശ്വാസവും ക്രൂരതയും വർദ്ധിച്ചു വന്നു. മല്ലികയുടെ അവസാനത്തെ ഇര നാഗവേണിയുടെ കൊലപാതകമാണ് മല്ലികയുടെ പതനത്തിന് വഴി തുറന്നത്. മല്ലിക ലക്ഷ്മി എന്ന വ്യാജ പേരിലാണ് നാഗവേണിയെ പരിചയപ്പെടുന്നത്. നാഗവേണിയുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ബംഗളൂരിലെ ഒരു ലോഡ്ജിൽ വെച്ച് പൂജ നടത്താമെന്ന് മല്ലിക പറഞ്ഞു. ലോഡ്ജിലെ മുറിയിൽ വെച്ച് പൂജയുടെ ഇടയിൽ സൈനൈഡ് നൽകി നാഗവേണിയെ മല്ലിക കൊലപ്പെടുത്തി. ഇത്തവണ മല്ലിക കുറച്ചുകൂടി ധൈര്യം കാണിച്ചു. നാഗവേണിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം ആ ലോഡ്ജ് മുറി പുറത്തുനിന്ന് പൂട്ടി അവൾ ശാന്തയായി നടന്നു നീങ്ങി. നാഗവേണിയുടെ മൃതദേഹം 2 ദിവസത്തിന് ശേഷമാണ് ലോഡ്ജ് ജീവനക്കാർ കണ്ടെത്തുന്നത്. നാഗവേണിയുടെ കൊലപാതകത്തിന് ശേഷം പോലീസ് ലോഡ്ജിലെ CCTV ദൃശ്യങ്ങളും രജിസ്റ്ററും പരിശോധിച്ചു. അവിടെ ലക്ഷ്മി എന്ന പേരാണ് നൽകിയിരുന്നതെങ്കിലും നൽകിയ വിലാസം വ്യാജമായിരുന്നു.
എന്നാൽ ലോഡ്ജ് ജീവനക്കാർ നൽകിയ മല്ലികയുടെ അടയാളങ്ങൾ പോലീസിന് വലിയ സഹായമായി. പലരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് മല്ലികയ്ക്ക് സയനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നത്. എലിയെ കൊല്ലാനെന്ന വ്യാജേനയാണ് അവർ ജ്വല്ലറികളിലെയും കെമിക്കൽ ഷോപ്പുകളിലും പോയിരുന്നത്. സയനൈഡ് ശരീരത്തിൽ ചെന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഹൃദയമിടിപ്പ് നിൽക്കുമെന്നും അവർക്കറിയാമായിരുന്നു. ഇരകൾക്ക് നിലവിളിക്കാൻ പോലും സമയം നൽകാത്തതിനാലാണ് ആളുകൾക്കിടയിൽ വെച്ച് പോലും അവർക്ക് ഈ കൊടും ക്രൂരത ചെയ്യാൻ കഴിഞ്ഞത്. നാഗവേണിയുടെ കൊലപാതകത്തിന് ശേഷം ലോഡ്ജിലെ രജിസ്റ്ററുകളിൽ അവർ ഉപയോഗിച്ച വ്യാജ പേരുകളും അടയാളങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. ഇതേസമയം കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ആഭരണങ്ങൾ വിൽക്കാൻ ഒരു സ്ത്രീ ജ്വല്ലറികളെ സമീപിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അന്വേഷണം ഊർജിതമായി നടക്കവെ 2007 ഡിസംബർ 30 ബംഗളൂരുവിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ മല്ലികയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. അവിടെ വെച്ച് അവരുടെ ബാഗ് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. കൊല്ലപ്പെട്ട നാഗവേണിയുടെയും മുനിയമ്മയുടെയും തിരിച്ചറിയൽ രേഖകൾക്കും ആഭരണങ്ങൾക്കുമൊപ്പം മാരകമായ സയനൈഡ് പൊടിയും ആ ബാഗിലുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പണത്തിനു വേണ്ടി താൻ ചെയ്ത ക്രൂരതകൾ അവർ ഓരോന്നായി സമ്മതിച്ചു. ഇതോടെയാണ് പാവപ്പെട്ട സ്ത്രീകളുടെ അന്ധകയായ സയനൈഡ് മല്ലിക എന്ന പേരിൽ അവർ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടത്. പോലീസിനെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ആഭരണങ്ങൾ വിൽക്കാൻ മല്ലിക ബംഗളൂരുവിലെ ചില ജ്വല്ലറികളെ സമീപിച്ചിരുന്നു. ഒരു സ്ത്രീ സ്ഥിരമായി പഴയ സ്വർണം വിൽക്കാൻ വരുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. നാഗവേണിയുടെ ഫോൺ മല്ലിക കൈക്കലാക്കിയിരുന്നു. ഇത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലഭിച്ച ടവർ ലൊക്കേഷൻ ബംഗളൂരു മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് അടുത്തായിരുന്നു. മല്ലികയുടെ ക്രൂരതകൾക്കും നിയമം നൽകിയ ശിക്ഷ കടുത്തതായിരുന്നു. 2012 കർണാടകയിലെ കോടതി അവൾക്ക് വധശിക്ഷ വിധിച്ചു. ഇതോടെ കർണാടകയിൽ വധശിക്ഷ ലഭിക്കുന്ന ആദ്യത്തെ വനിതയായി മല്ലിക മാറി. എന്നാൽ പിന്നീട് 2017 ഈ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയാണ് ഉണ്ടായത്. നിലവിൽ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലാണ് മല്ലിക തന്റെ ശിക്ഷ അനുഭവിക്കുന്നത്. അവിടെ വെച്ച് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായി വരെ അവർ ഇടപഴകിയിട്ടുണ്ട് എന്നത് വലിയൊരു വാർത്തയായിരുന്നു. മരണം വിളമ്പിയ ഈ സയനൈഡ് റാണി ഇന്നും ജയിലിൽ യാതൊരു ഭാവമാറ്റമോ കുറ്റബോധമോ ഇല്ലാതെയാണ് കഴിയുന്നത് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പുഞ്ചിരികൾക്ക് പിന്നിൽ എപ്പോഴും ഒരു ചതി ഉണ്ടാകാമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് സയനൈഡ് മല്ലിക. അപരിചിതരെ വിശ്വസിക്കുമ്പോൾ നാം എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നത് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.